നന്മയെന്നൊരു വ്യവസ്ഥിതി പരിണാമം വഴി ഉണ്ടാകാനായിട്ട് കഴിയത്തില്ല. നന്മ പോലെയുള്ള സ്വഭാവങ്ങൾ കാലക്രമേണ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. നന്മ അത് ആചരിക്കുന്ന വ്യക്തിക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ്. എൻ്റെ കയ്യിൽ കുറെ പണമുണ്ട്, ഞാനത് എൻ്റെ മക്കൾക്ക് കൊടുത്ത് എൻ്റെ തലമുറയെ വർദ്ധിപ്പിക്കുന്നതിന് പകരം വേറെ കഷ്ടത അനുഭവിക്കുന്നവർക്കും കടമുള്ളവർക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പരിണാമത്തിന്റെ ഭാഷയിൽ ഞാൻ മെച്ചമായ ഒരു ജീവിയല്ല, മെച്ചമല്ലാത്ത ജീവിയാണ്. സമൂഹം തന്നെ അതിന്റെ പൊതുവെയുള്ള നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതാണ് നന്മ പോലുള്ള പ്രവർത്തന രീതികൾ എന്നാണ് പരിണാമവാദികൾ പറയുന്നത്. സമൂഹം കാര്യങ്ങളെ തെരഞ്ഞെടുത്താൽ പ്രായോഗികതയായിരിക്കും അതിന്റെ അളവുകോൽ, അല്ലാതെ നന്മയും തിന്മയും ആയിരിക്കത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തിരുടർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള മോഷണം കുലത്തൊഴിലാക്കിയ ഒരു സമൂഹമാണ്. ഏറ്റവും നല്ല കള്ളനാണ് അവിടെ ഏറ്റവും വലിയ വില കൊടുക്കുന്നത്. വിവാഹാലോചനയൊക്കെ നടത്തുമ്പോൾ നല്ല കള്ളനെ കൊണ്ട് മക്കളെ കല്യാണം കഴിപ്പിക്കാനാണ് മാതാപിതാക്കൾക്ക് കൂടുതൽ താല്പര്യം. മോഷണം പൊതുവെ ഒരു തിന്മയായിട്ടാണ് കരുതുന്നതെങ്കിലും അവിടെ തിരുടരുടെ ഗ്രാമത്തിൽ അത് നന്മയായിട്ടാണ് കണക്കാക്കുന്നത്.